വീണ്ടും വാർത്തകളിലേക്ക്. വന്ദേ മാതരം വിവാദത്തിൽ സോണിയാഗാന്ധിക്കെതിരെ വീണ്ടും പരാതി. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ എന്നിവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. ബിജെപി മുംബൈ സെക്രട്ടറി അഖിലേഷ് ചൌബെയാണ് പരാതി നൽകിയത്. സോണിയാഗാന്ധിക്കെതിരെ ദില്ലിയിൽ നൽകിയ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തേക്കും. അതേസമയം നിയമവശങ്ങൾ പരിശോധിച്ചു വരികയാണ് കോൺഗ്രസിന്റെ ലീഗൽ ടീം. ആദിൽ പാലോടാണ് വിവരങ്ങളുമായി ചേരുന്നത്. അതിൽ എന്തായാലും വിടാതെ പിന്തുടരുകയാണ് വന്ദേ മാതരത്തിന്റെ പേരിൽ കോൺഗ്രസിനെതിരെയുള്ള വേട്ടയാടൽ ബിജെപി. ഉറപ്പായും ഇതിനോടകം തന്നെ 4ഓളം കേസുകളാണ് വന്നിരിക്കുന്നത് സോണിയാഗാന്ധിക്കെതിരെ. വന്ദേ മാതരത്തെ അവഹേളിച്ചു, ദേശീയ ഗീതത്തെ അവഹേളിച്ച സോണിയാഗാന്ധിക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ് BJP പ്രവർത്തകരുടെ, പരാതിക്കാരുടെ ആവശ്യം. പുതിയ പരാതി വന്നിരിക്കുന്നത് മുംബൈയിൽ നിന്നാണ്, മഹാരാഷ്ട്രയിൽ നിന്ന്. മുംബൈ സെക്രട്ടറി അഖിലേഷ് ചൌബെയാണ് പുതിയ പരാതി നൽകിയിരിക്കുന്നത്. മുംബൈ ദിണ്ടോഷി സ്റ്റേഷനിലാണ്, പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ദില്ലിയിൽ പരാതി നൽകിയിരുന്നു BJP പ്രവർത്തകൻ. ഇതിൽ FIR എടുത്തേക്കും എന്ന വാർത്ത വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിലെങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് പരാതിയിൽ എന്ന കാര്യത്തിൽ ദില്ലി പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട്. ലഭിക്കുന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദില്ലിയിൽ നടപടി സ്വീകരിക്കുക. അതിന് മുൻപ് മംഗളൂരുവിലെ 2 പോലീസ് സ്റ്റേഷനുകളിൽ BJP പ്രതിനിധികളെത്തി പരാതി നൽകിയിരുന്നു. ഈ പരാതികളിൽ കേസെടുക്കാനുള്ള നീക്കമൊന്നും കർണാടക പോലീസ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന മുന്നറിയിപ്പാണ് BJP നൽകുന്നത്. പുതിയ പരാതി മഹാരാഷ്ട്രയിലാണ്, മുംബൈയിലാണ് നൽകിയിരിക്കുന്നത്. സോണിയാഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കേസെടുക്കണം. AICC ആസ്ഥാനത്തെ വന്ദേ മാതരം മുഴുവനായി ആലപിക്കുന്നത് തടസ്സപ്പെടുത്താനും അപമാനിക്കാനും സോണിയാഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും ശ്രമിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. ശരിയാണ്.